ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെരിങ്ങോട്ടുർശി പുഴയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ശ്രീകുട്ടി, ഇച്ചു, അച്ചു, ഇക്ക, ഞാനും പിന്നെ എൻ്റെ അനിയത്തി, ഇമ്മച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതൊരു പുഴയാണ് കേട്ടോ. ഇതാ പുഴൻ്റെ ഒരു സൈഡ് ഇങ്ങനെയാണ്, ഫുള്ള് വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് ഏത് വേനൽക്കാലവും അത് വറ്റാതെ ഇതേപോലെ നിറഞ്ഞൊഴുകിയിട്ടേ ഇരിക്കും. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്താ വെച്ചാൽ വെള്ളം തീരെ കുറവാണ് കേട്ടോ. അത് എത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ പെരുന്നാളൊക്കെ ആയിട്ട് പോയിട്ടോ, കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. എന്നാലും ചെറിയൊരു ടൂറ് പോലെ ഒന്ന് പോവാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ പുഴയിലൊരു മത്സ്യകന്യകനെ കണ്ടു കിട്ടിയിട്ടോ. അപ്പോൾ ഈ മത്സ്യകന്യകനെ അറിയണവർ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. പിന്നെ കുറച്ചധികം എൻ്റെ പട്ടി ഷോകളൊക്കെ ഉണ്ട് ഇടയിൽ, കാലുകൊണ്ടും കൈ കൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇടയിൽ എൻ്റെ അനിയത്തിയും വന്നു, നീ ഒറ്റയ്ക്ക് അങ്ങനെ കാലുമായിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ എനിക്കൊരു ഫ്ലവറൊക്കെ തന്ന് ഞങ്ങൾ കുറച്ച് ഷോയൊക്കെ ഇറക്കി കേട്ടോ. അപ്പോൾ അതേ എൻ്റെ അനിയത്തിൻ്റെ മൈലാഞ്ചൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആരൊക്കെ ബാഹുബലി സിനിമ കണ്ടവരുണ്ട്, അപ്പോൾ ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയും കേട്ടോ ഈ സംഭവം. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലാണ് ശിവലിംഗം ഇത് വെച്ചിട്ടുള്ളത്. അതുപോലെ കറക്റ്റ് അതേപോലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് വിചാരിച്ചു അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നിക്കാക്ക് നന്നായി നീന്താൻ അറിയും ഗൈസ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഫുള്ള്. ഞങ്ങൾ പോയിട്ട് വരുന്നവരെ ആളീ നീന്തൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇച്ചുട്ടി അച്ചുട്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ആഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡൊക്കെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ എനിക്ക് നീന്തലൊന്നും അറിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ കരിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ഷോയും കാട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ എൻ്റെ ഈ പെരുന്നാൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല വലിയ പുഴയാണ് കേട്ടോ ഗൈസ്, നല്ല തിരക്കുണ്ട്, നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം സമയം എടുക്കും തോറും, അതായത് വെയിൽ ആറിയിട്ടിരിക്കും തോറും പുഴ ഈ അറ്റം മുതൽ അറ്റം വരെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു എടുത്തേ ഉള്ളൂ. ടാറ്റാ.